Okay guys, we have a scenario here. A 56-year-old patient is admitted with a severe headache and BP of 180 over 120 mmHg. The patient reports dizziness and blurred vision. Question എന്താണ്? As the nurse, what should you do first? സിനാരി എന്താ പറഞ്ഞേക്കുന്നത്? നമുക്കൊരു പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. കംപ്ലൈൻസ് എന്താണ്? സിവിയർ ഹെഡേക്കും അതുപോലെ ബി പി ചെക്ക് ചെയ്തിട്ട് എത്രയാണ് കാണിക്കുന്നത്? 180 over 120 ആണ്. ഇതൊന്നും കൂടാതെ പേഷ്യന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സിംറ്റംസ് അല്ലെങ്കിൽ അലാമിംഗ് സിംറ്റംസ് ആണ് ഡിസിനസ് ആൻഡ് ബ്ലഡ് വിഷൻ. ഓക്കെ, സോ ക്വസ്റ്റൻ എന്താ ചോദിച്ചേക്കുന്നത്? ആസ് ദ നഴ്സ് വാട്ട് ഷുഡ് യു ഡു ഫസ്റ്റ്? ഒരു നഴ്സ് എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് മാത്രമല്ല ചോദിച്ചേക്കുന്നത്, നിങ്ങൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും? അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മളോട് കറക്റ്റ് ആയിട്ട് അവരെന്താ ചോദിച്ചേക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാവുള്ളൂ. ഓക്കെ, ആസ് ദ നഴ്സ്, ഇവിടെ ഹിഡൻ വേർഡ് ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ ആ ഒരു കാറ്റഗറി ഓഫ് നഴ്സ് ആണോ എന്നാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഈ എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലും NCSPN ഡിസൈൻ ചെയ്തിരിക്കുന്നത് പോലും നമ്മൾ ആ ഒരു കാറ്റഗറി ഓഫ് നഴ്സ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, എന്താണത്? ആസ് എ സേഫ് നഴ്സ്. അപ്പൊ നിങ്ങളുടെ സേഫ് നഴ്സ് ആണോ നിങ്ങളുടെ പേഷ്യന്റ് നിങ്ങൾ ഇന്റർവെൻഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഒരു ഡിസിഷൻ നിങ്ങൾ മേക്ക് ചെയ്യുമ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള ഒരു നഴ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണ് NCLEX ആണ്. ഓക്കെ, അപ്പൊ ഏത് ക്വസ്റ്റൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ഡെഫിനറ്റ്ലി ഞാനൊരു സേഫ് നഴ്സ് ആയിട്ടാണോ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഓപ്ഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അവർ ഡയറക്റ്റ്ലി അത് ചോദിക്കില്ല, പക്ഷെ ഇത് സംഭവം ഇതാണ്, ആസ് ദ സേഫ് നഴ്സ്. Let's see what are the options. So we have 4 options in total. Let's see each of them. Option A, recheck the BP in 30 minutes. Option B, review the medication administration record for the timing of the next prescribed antihypertensive dose. Option C, call the physician after completing your rounds. Option D, place the patient in a semi-porous position and monitor closely. So 4 options ഉണ്ട്. നമ്മൾ ഈ ഓപ്ഷൻസിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതായത് 100% നമുക്കത് ഫോൾസ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യണം, അല്ലെ? നമ്മളെല്ലാരും അങ്ങനെ ചെയ്യുന്നത്, അല്ലെ? നമുക്ക് ഓപ്ഷൻ എ നോക്കാം, റീചെക്ക് ദ BP in 30 minutes. അപ്പൊ ഈ ആൻസർ നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയണമെങ്കിൽ സിനാരി ഒന്നുകൂടി നോക്കണം. നമുക്കറിയാം സാധാരണ ഒരു BP ഷൂട്ട് ആയിട്ടുള്ള ഒരു ഇവന്റ് അല്ല, ഒരു കോംപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഗസ് ചെയ്യാൻ പറ്റും എന്താ കണ്ടീഷൻ എന്നുള്ളത്? ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ്. ഓക്കെ, അപ്പൊ അതൊരു ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ഒരു കണ്ടീഷൻ ആണ്. അവിടെ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് ഈ BP ചെക്ക് ചെയ്യുന്നത് ഒട്ടും അപ്രോപ്രിയേറ്റ് അല്ല. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡീസെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ബി, റിവ്യൂ ദ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് ഫോർ ദ ടൈമിംഗ് ഓഫ് ദ നെക്സ്റ്റ് പ്രിസ്ക്രൈബ്ഡ് ആന്റിഹൈപ്പർടെൻസീവ് ഡോസ്. ഡെഫിനറ്റ്ലി BP ഹൈ ആയേക്കുവാണ്, BP ഷൂട്ടായി. അപ്പൊ നമുക്ക് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യണം, പേഷ്യന്റ് ആന്റിഹൈപ്പർടെൻസീവ് ഡ്രഗ് കൊടുക്കണം. അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓപ്ഷൻ ഒരു ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് പോലെ വെക്കാം. ട്രൂ ആണോ ഫോൾസ് ആണോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഡിസിഷനിലോട്ട് പിന്നീട് നമുക്ക് എത്തിച്ചേരാം. ഓപ്ഷൻ സി എന്താണ്? കോൾ ദ ഫിസിഷ്യൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് യുവർ റൗണ്ട്സ്. എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? നിങ്ങളുടെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പയ്യെ ഡോക്ടറെയൊക്കെ അറിയിച്ചിട്ട് പേഷ്യന്റ് ട്രീറ്റ് ചെയ്താൽ പോരാ, അല്ലെ? കാരണം എമർജൻസി ആണ്. സോ ഡെഫിനറ്റ്ലി ഈ ആൻസർ നമുക്ക് റോങ് ആണ്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എയും സിയും ഡെഫിനറ്റ്ലി നമുക്ക് ഡീസെലക്ട് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇനി ഒരു ഓപ്ഷൻ ലെഫ്റ്റ് ആയിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി, പ്ലേസ് ദ പേഷ്യന്റ് ഇൻ എ സെമി ഫോളസ് പൊസിഷൻ ആൻഡ് മോണിറ്റർ ക്ലോസ്ലി. ഈ ആൻസർ നമുക്ക് പൂർണ്ണമായിട്ടും ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എന്താണ്, നമുക്കൊരു ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് പോലെ വെക്കാം. ഓക്കെ, കാരണം ഓപ്ഷൻ ബിയും ഡിയും നമുക്ക് ഒരു 100% നമുക്കൊരു ഡിസിഷൻ മേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി തിങ്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മൊമെന്റ് കുറച്ചൊന്ന് തിങ്ക് ചെയ്യാൻ എടുക്കാം. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ ഗസ് ചെയ്തു. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പ്ലേസ് ദ പേഷ്യന്റ് ഇൻ എ സെമി ഫോളസ് പൊസിഷൻ ആൻഡ് മോണിറ്റർ ക്ലോസ്ലി. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ നമ്മൾ പേഷ്യന്റ് ഒരു സെമി സിറ്റിംഗ് പൊസിഷൻ കൊടുത്തിട്ട് മോണിറ്റർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, അല്ലെ? ആ ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആയെന്ന് വിചാരിക്കുന്നു, കാരണം ഈ സിനാരി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സിനാരി ആണ്, അല്ലെ? ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ ആൻഡ് ഓപ്ഷൻസ്. Okay guys, so we had 2 options left, അല്ലേ? Those were the neutral statements. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആയിരുന്നു, അല്ലേ? ഇപ്പൊ ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ആയി. എന്താണ് കാണിച്ച ആൻസർ? എന്താണ്? ഓപ്ഷൻ ഡി ആണ്, പ്ലേസ് ദ പേഷ്യന്റ് ഇൻ എ സെമി ഫോളസ് പൊസിഷൻ ആൻഡ് മോണിറ്റർ ക്ലോസ്ലി. അപ്പൊ ഈ ആൻസർ എങ്ങനെ വന്നു എന്ന് നമുക്ക് അറിയണമെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ കണ്ടീഷൻ അറിയണം, അല്ലെ? ഹൈപ്പർടെൻസീവ് ക്രൈസിസ്, അല്ലെ? ഞാനിപ്പോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നോക്കാം ഈ ആൻസർ എങ്ങനെയാ വന്നതെന്നുള്ളത്.